എക്സാം അല്ലെ, ടെൻഷനാണ് നമുക്ക്. പക്ഷെ ടെൻഷനൊക്കെ മാറ്റി വെച്ചോളൂ. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇതാ, ഈസി ആയിട്ട് തന്നെ മിസ് പറഞ്ഞുതരാം, ഒരു ടെൻഷനും വേണ്ട. അപ്പൊ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏതാണെന്നല്ലേ അറിയേണ്ടത്? നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. യുറേ മില്ലർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ യുറേ മില്ലർ പരീക്ഷണം എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചത് ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. അതായത് ഹെറോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറും. ഹെറോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറും കൂടി നമ്മുടെ ഒപ്പാരൻ ആൻഡ് ഹാൽഡെയിൻ കണ്ടുപിടിച്ച കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരീക്ഷണമാണ് യുറേ മില്ലറിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. ടുഗെദർ പ്രൂവ്ഡ് ദാറ്റ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ഒറിജിൻ ഓഫ് ലൈഫ് ക്യാൻ ഫോം ഫ്രം സിമ്പിൾ ഗ്യാസസ്. അതായത് ജീവന്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള നിർമ്മാണ ഘടകങ്ങൾ ലളിതമായിട്ട് നമുക്ക് വാതകങ്ങളിൽ നിന്നും രൂപപ്പെടാമെന്ന് തെളിയിച്ചതാണെന്ത് ഈ രണ്ടാൾക്കാര്, ഹെറോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറും. ഇവർ കണ്ടുപിടിച്ച പരീക്ഷണമായതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, യുറേ മില്ലർ പരീക്ഷണം അല്ലെങ്കിൽ യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ പരീക്ഷണത്തിലേക്ക് നോക്കാം. ഈ എക്സ്പെരിമെന്റൽ എവിഡൻസ് ഉണ്ടോ കെമിക്കൽ എവല്യൂഷൻ തിയറിക്ക്, രാസപരിണാമ സിദ്ധാന്തത്തിന് ഒരു തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ തെളിവുണ്ട്. അതാണ് യുറേ മില്ലറിന്റെ ഈ പരീക്ഷണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ മിസ് പറഞ്ഞു തരാം. ഒന്ന്, വെള്ളം നമ്മൾ തിളപ്പിക്കുന്നു. ഈ വെള്ളം തിളപ്പിച്ചു കഴിയുമ്പോൾ നീരാവിയായിട്ട് വരുന്നത് എങ്ങോട്ടാണ്? ഈ ഒരു ഗ്യാസ് ചാമ്പറിലേക്കാണ്. ഇവിടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അന്നത്തെ കാലത്തുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? ഇവിടെ മീത്തൈൻ, അമോണിയ, ഹൈഡ്രജൻ, നീരാവി അല്ലെ, ആദിമ ഭൗമ അന്തരീക്ഷത്തിലേക്ക് സമാനമായ വാതകങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അത് നമ്മൾ കൊടുത്തു. ആൻഡ് ഇവിടേക്ക് നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക് കൊടുക്കുന്നു. ഇലക്ട്രോഡുകൾ വെച്ചിട്ട് ഇലക്ട്രിക് സ്പാർക്കാണ് ഊർജ്ജ രൂപമായിട്ട് എനർജി ആയിട്ട് കൊടുക്കുന്നത്. കാരണം പണ്ട് കാലത്ത് ആദിമ ഭൂമിയിലെ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് UV റേഡിയേഷനും വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഇലക്ട്രിക് ഷോക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ഈ പറയുന്ന ഗ്യാസുകളെല്ലാം കൂടെ ഇവിടുന്ന് നീരാവിയുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നു, വെള്ളമായിട്ട് വരും അല്ലെ. കണ്ടൻസർ ഉപയോഗിച്ച് കണ്ടൻസ് ചെയ്യുമ്പോൾ അതിങ്ങനെ വെള്ളത്തുള്ളികളായിട്ട് ഫോം ചെയ്യും. ആ വെള്ളത്തുള്ളികൾ ഇതാ ഇവിടേക്ക് കളക്ട് ചെയ്യപ്പെടും. ആൻഡ് ആ കളക്ട് ചെയ്ത വെള്ളം എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അമിനോ ആസിഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് കാണാൻ പറ്റുക? അമിനോ ആസിഡുകൾ, ബയോമോളിക്യൂൾ വിച്ച് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമായ ജൈവ തന്മാത്ര നമുക്ക് കാണാൻ സാധിക്കും. സോ യുറേ മില്ലറിന്റെ പരീക്ഷണത്തിൽ നമുക്ക് കിട്ടിയ ബയോമോളിക്യൂൾ ഏതാണ്? അമിനോ ആസിഡ് ആണ് എന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന കണ്ടീഷൻസിനനുസരിച്ചാണ് ഈ ഒരു എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തത്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാമെന്ന് മിസ് പറഞ്ഞുതരാം. 2 മാർക്കിനും 3 മാർക്കിനും ചോദ്യങ്ങൾ വരാം. അപ്പൊ ചോദ്യം വരുന്നത് എങ്ങനെയാ നോക്കിക്കേ. 2 മാർക്കിന്റെ ചോദ്യം വന്നിരിക്കുന്നത്, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് യുറേ മില്ലർ എക്സ്പെരിമെന്റ്? യുറേ മില്ലർ പരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ്. നമ്മൾ എന്താ പറയേണ്ടത്? അമിനോ ആസിഡുകൾ പോലെ ജൈവ തന്മാത്രകളും ആ ജൈവ ഘടകങ്ങളിൽ നിന്ന് സമന്വയിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ആദിമഭൂമിയുടെ അവസ്ഥകൾ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ ഇവരുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ടു റീക്രിയേറ്റ് ദ കണ്ടീഷൻ ഓഫ് ദ പ്രിമിറ്റീവ് എർത്ത് ആയിരുന്നു. അവർ റീക്രിയേറ്റ് ചെയ്തു. എന്നിട്ടോ അവർ ബയോമോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അവർ എക്സ്പെരിമെന്റ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്, യുറേ മില്ലർ പരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പരീക്ഷണത്തിൽ കിട്ടിയ ജൈവ തന്മാത്ര ഏതാണ്? നെയിം 1 ബയോമോളിക്യൂൾ സിന്തസൈസ്ഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്. അതാണ് എന്താ നമ്മുടെ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് യുറേ മില്ലർ എക്സ്പെരിമെന്റ് ചോദ്യങ്ങൾ വരിക. ഇനി മറ്റൊരു ചോദ്യം ഇവിടുന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ അന്നത്തെ സമാനപരമായിട്ട്, അതായത് നമ്മുടെ ആദിമ ഭൂമിക്ക് സമാനപരമായിട്ട് ഈ പറയുന്ന തണ്ടർ സ്റ്റോം, ലൈറ്റനിങ്, ഇടിമിന്നൽ, വോൾക്കാനിക് ഇറപ്ഷൻസ്, UV റേഡിയേഷൻ, ഇതിന് പകരം എന്താണ് ഇവർ ഊർജ്ജമായിട്ട് കൊടുത്തത്, എനർജി ആയിട്ട് വെച്ചത് ഇവർ എന്താണ് ഈ ഒരു പരീക്ഷണത്തിൽ എന്നുള്ളത് ഡു കമന്റ് ബിലോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.